വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ട ചിറ്റാർ 86-ൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ആങ്ങമൂഴി പത്തനാപുരം റോഡിൽ സർവീസ് നടത്തുന്ന സുൽത്താൻ ബസ്സാണ് മറിഞ്ഞത്. യാത്രക്കാർക്ക് പരുക്കേറ്റു. 2 പേർക്ക് സാരമായ പരുക്കുണ്ട്. റോഡിന് സമീപത്തെ പുരയിടത്തിലേക്കാണ് ബസ് മറിഞ്ഞത്. തൃക്കാക്കര കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നു. ആഴത്തിലുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ എന്ന് എറണാകുളം DCP S. ശശിധരൻ. പരാതിക്കാരിയുടെ മൊഴിയിൽ വ്യക്തത വരുത്താനുണ്ടെന്നും DCP വ്യക്തമാക്കി. കേസിലെ 3ാം പ്രതി CI സുനുവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച ബേപ്പൂർ കോസ്റ്റൽ CI PR സുനുവിനോട് ഇന്ന് വീണ്ടും ഹാജരാകാനായിരുന്നു നിർദ്ദേശം. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. പരാതിക്കാരിയുടെ മൊഴിയിൽ വ്യക്തത വരുത്തണമെന്നും ആഴത്തിലുള്ള അന്വേഷണത്തിന് ശേഷം മാത്രം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും കൊച്ചി DCP S. ശശിധരൻ. കുറച്ചുകൂടി വെരിഫൈ ചെയ്തിട്ട് പറയാം. അങ്ങനെ കുറച്ച് അതിൽ തന്നിട്ടുള്ള പരാതിയിൽ കുറെ കാര്യങ്ങൾ ഇനിയും വ്യക്തമാവാനുണ്ട്, അതിൽ പരിശോധിക്കാനുണ്ട്. കേസിൽ 10 പ്രതികളാണുള്ളത്. ഇതിൽ 5 പേരെ തിരിച്ചറിയാനുണ്ട്. CI സുനുവിനെതിരെ വേറെയും കേസുകളുള്ളതിനാൽ മുൻകരുതൽ എന്ന നിലയിലാണ് പരാതി ലഭിച്ച ഉടൻ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കേസിൽ 4 പ്രതികളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. CI ഉൾപ്പെടെയുള്ള പ്രതികൾ ഭീഷണിപ്പെടുത്തി വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് 22-കാരിയായ യുവതിയുടെ പരാതി. യുവതിയുടെ ഭർത്താവ് തൊഴിൽ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്നു. ന്യൂസ് 18 കൊച്ചി. വയനാട് അമ്പലവയൽ പോക്സോ കേസിൽ അന്വേഷണം സജീവമെന്ന് പറയുമ്പോഴും പ്രതിയായ ASI TJ ബാബു ഒളിവിൽ തന്നെ. FIR ഇട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ASI TJ ബാബു എവിടെയെന്നറിയില്ലെന്നാണ് പോലീസ് വിശദീകരണം. പോലീസ് അന്വേഷണങ്ങളിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഇരയായ പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു. എല്ലാ വിവരങ്ങളും മറച്ചുവയ്ക്കുന്ന സമീപനമാണ് പോലീസ് ഇതുവരെ സ്വീകരിച്ചതെന്നാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ആരോപണം. സംഭവത്തിൽ SC/ST കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ മുതുകുളം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് സ്ഥാനാർത്ഥിയായി വിജയിച്ച GS ബൈജു സത്യപ്രതിജ്ഞ ചെയ്തു. മുതുകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ആംബുലൻസിൽ എത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസം രാത്രി GS ബൈജുവിനെ ബൈക്കിലെത്തിയ 3-അംഗ സംഘം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ഹരിപ്പാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബൈജു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി വരണാധികാരി GS ബൈജുവിന് സമയം നൽകുകയായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാട്ടുകൊമ്പന്റെ വിളയാട്ടത്തിൽ വിറങ്ങലിച്ച് മലപ്പുറം ചാലിയാർ മലയോര മേഖല. കല്ലാമൂല, ചേനപ്പാടി, വേപ്പിൻകുന്ന്, മരുതങ്ങാട് എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടുകൊമ്പൻ പരിഭ്രാന്തി പരത്തി. പ്രദേശത്ത് ഭീതി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് മമ്പാട് ഓടായിക്കൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആസിയ കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ആന കനത്ത നാശമാണ് വിതയ്ക്കുന്നത്. തെങ്ങും റബ്ബറും വാഴകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി കാട്ടാന നശിപ്പിച്ചിരുന്നു. മലവാരത്തുനിന്നും 1 കിലോമീറ്റർ അധികം ദൂരം സഞ്ചരിച്ചാണ് കാട്ടുകൊമ്പൻ ജനവാസ കേന്ദ്രത്തിലെത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതൊരു ശല്യമായി മാറിയിട്ടുണ്ട്. രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ചുറ്റുപാട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഒറ്റയാൻ തീറ്റ തേടി ജനവാസ കേന്ദ്രത്തിലിറങ്ങി പരിഭ്രാന്തി പരത്തിയതോടെ മലയോരവാസികൾ ഭീതിയിലാണ്. ആന നശിപ്പിക്കുന്ന കൃഷിക്ക് വനം വകുപ്പ് മതിയായ നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വർക്കല ശിവഗിരിയിൽ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം വിശ്വഭാരതി കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ബിദ്യുത് ചക്രവർത്തി ഉദ്ഘാടനം ചെയ്തു. മാനവികതയാണ് മനുഷ്യന്റെ നന്മയ്ക്ക് ആധാരമെന്നും രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുദേവനും സമാനതകളോടെയാണ് ഇതിനായി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിമന്ത്രി P. പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷത വഹിച്ചു. വിശാലാനന്ദ സ്വാമികൾ, സൂക്ഷ്മാനന്ദ സ്വാമികൾ, വർക്കല നഗരസഭാ ചെയർമാൻ KM ലാജി എന്നിവർ പങ്കെടുത്തു. കൊച്ചിയിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ അറസ്റ്റിൽ. പഞ്ചാബ് സ്വദേശികളായ നന്ദകിഷോർ, ഗുർദീപ് സിംഗ്, വികാസ് ബദ്വാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഹിൽ പാലസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആഗ്രയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. 3 പേരും BPCL കരാർ തൊഴിലാളികളാണ്.
തിരുവനന്തപുരം ബാലരാമപുരം മുടവൂർ പാറയിൽ KSRTC ബസിന്റെ ടയർ ഇളകിത്തെറിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിഴിഞ്ഞം ഡിപ്പോയിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 62 പേർ ബസ്സിലുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ടയറിന്റെ കാലപ്പഴക്കമായിരുന്നു അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. ഉദിമൂട് സ്വദേശി ഷിജുവാണ് മരിച്ചത്. പ്രതി പ്രഭാകരനെ പോലീസ് പിടികൂടി. ഓട്ടോ ഡ്രൈവറായ ഷിജുവിനെ പിൻസീറ്റിലിരുന്ന പ്രഭാകരൻ കുത്തുകയായിരുന്നു. പൂർവ്വവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കാരേറ്റിലേക്കുള്ള യാത്രാമധ്യയാണ് കുത്തേറ്റത്. പ്രായത്തെ തോൽപ്പിച്ച് നീന്തൽ കുളത്തിൽ താരമാവുകയാണ് കോഴിക്കോട് ചാത്തമംഗലം സ്വദേശി സ്നേഹപ്രഭ. ഹരിയാനയിൽ നടക്കാനിരിക്കുന്ന ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് അക്വാറ്റിക് മീറ്റിൽ സ്നേഹപ്രഭ കേരളത്തെ പ്രതിനിധീകരിക്കും. അൻപത്തിയൊൻപതുകാരി സ്നേഹപ്രഭയ്ക്ക് വാഴപ്പാടം കുളത്തിൽ നീന്താനിറങ്ങുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നീണ്ട ചികിത്സ പരാജയപ്പെട്ടെടുത്ത് നീന്തലിലൂടെ ആശ്വാസം കണ്ടെത്തുക. കടുത്ത കൈവേദനയെ മറികടക്കുക. നീന്തി ചാത്തമംഗലത്തുകാരി സ്നേഹപ്രഭ പ്രായത്തെയും രോഗത്തെയും തോൽപ്പിച്ചു. 2000-ഓളം ആളുകളെ സ്നേഹപ്രഭ നീന്തൽ പഠിപ്പിച്ചു. അധികവും കുട്ടികളാണ്. സ്വന്തമായി നിർമ്മിച്ച ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചാണ് നീന്തൽ പരിശീലനം. ഞാനും ആദ്യം പഠിപ്പിച്ചപ്പം ഞാൻ ട്യൂബും കന്നാസും ഒക്കെ ഇട്ടിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ സിവിൽ ഡിഫൻസ് വളണ്ടിയറായിട്ട് ഇപ്പം 3-4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഈ ലൈഫ് ജാക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടി പഠിച്ചത്. ഇത് പഠിച്ചതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഇവിടെ 107 ആളൊക്കെ ഈ കുളത്തിൽ ഇറങ്ങിയ സമയമുണ്ട്. നിറയെ പേരെ പഠിപ്പിക്കാൻ പറ്റും ഒരേ സമയത്ത്. പരിശീലനം സൗജന്യമായത് സാധാരണക്കാർക്കും പ്രയോജനപ്രദമായി. പ്രദേശവാസികൾക്ക് സ്നേഹപ്രഭയെ വിശ്വാസം. മോള് പഠിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം പഠിക്കാൻ. പിന്നെ പ്രഭേച്ചിയാണ് വലിയ മോട്ടിവേഷൻ. ഒരു അറൌണ്ട് 60 ഇയേഴ്സിന് അടുത്തായിട്ട് അവർക്ക് ഇത്രയും നന്നായിട്ട് നീന്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു എക്സസൈസ് കൂടെയാണ്. അതുകൊണ്ടാണ് നീന്താൻ പഠിക്കണം എന്ന് വിചാരിച്ചത്. ഏതാനും നാളുകൾക്ക് മുൻപാണ് സ്നേഹപ്രഭ സ്വിമ്മിംഗ് പൂളിൽ മത്സരിക്കാനൊരുങ്ങിയത്. 100 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 1ാം സ്ഥാനം, 50 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹരിയാനയിൽ നടക്കാനിരിക്കുന്ന ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് അക്വാറ്റിക് മീറ്റിൽ 4 ഇനത്തിലാണ് സ്നേഹപ്രഭ മത്സരിക്കുക. ന്യൂസ് 18 കോഴിക്കോട്. ആറ്റിങ്ങലിൽ കൂട്ടത്തല്ല്. വിദ്യാർത്ഥികളാണ് തമ്മിലടിച്ചത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു. കൊല്ലം വെട്ടിക്കവല മഹാദേവർ ക്ഷേത്രത്തിൽ വാതുക്കൽ ഞാലി പാൽ പൊങ്കാല നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രതന്ത്രി അഭിനന്ദ് ശങ്കറുടെ കാർമ്മികത്വത്തിൽ ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപൻ പൊങ്കാലയ്ക്ക് തിരിതെളിയിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, ഗണേഷ് കുമാർ MLA എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ വാതുക്കൽ ഞാലി പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്.
കാർഷിക കേരളം. ഫലവൃക്ഷങ്ങളാൽ വീട്ടിൽ മനോഹരമായ ഒരു തോട്ടം തീർത്തിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു പ്രവാസി. മുത്താറിപ്പീടിക കുനുമലിലെ MCV ഗഫൂറിന്റെ വീടാണ് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്നത്. ദീർഘകാലം ദുബായിൽ പ്രവാസ ജീവിതം നയിച്ച ഗഫൂറിന്റെ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു തോട്ടം. പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ മടങ്ങിയെത്തി ഗഫൂർ ഇന്ന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തന്റെ തോട്ടത്തിലാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള വിവിധ തരം ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. മാംഗോസ്റ്റിൻ, ജമൈക്കൻ ആപ്പിൾ, റോസ് ആപ്പിൾ, പീനട്ട് ബട്ടർ, ആംബിയോ, ഗവർണേഴ്സ് പ്ലം, അങ്ങനെ നീളുന്നു ആ പട്ടിക. മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു പഴം കഴിക്കാൻ വലിയൊരു പേടി ആണ് സത്യത്തിൽ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, മുക്തി നേടിക്കൊണ്ട് നമുക്ക് ആരോഗ്യപരമായ ഒരു ഭക്ഷണക്രമം, ഒരു രീതി നമുക്ക് ഇതിലെ കൂടി കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത് എൻ്റെ ഫാമിലി ഈ ഒരു കാര്യത്തിൽ വളരെ സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലും എന്തുണ്ട്, വൈഫ് ഒന്നായിട്ടുണ്ട്. എല്ലാ കുട്ടികളൊക്കെ ഈ ഒഴിവ് സമയങ്ങളിൽ കോളേജും സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇവിടെ തന്നെയാണ്. നമ്മുടെ ഒരു വലിയൊരു പാർക്കാണിത്. ഗഫൂറിന്റെ തോട്ടം കാണാൻ നിരവധി സന്ദർശകരും എത്തുന്നുണ്ട്. വളരെ മനോഹരമായി ഒരുക്കിയ വീടും അതിൻ്റെ ചുറ്റുപാടുള്ള ഫലവൃക്ഷങ്ങൾ, അതിലൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഫലങ്ങൾ, അതിലാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണാത്ത ഒട്ടനവധി ഫ്രൂട്ടുകൾ വളരെ നന്നായി തന്നെ അത് ആസ്വദിക്കാൻ വേണ്ടി കഴിഞ്ഞു. അന്നു മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ പ്രവാസികളൊക്കെ ഇതേപോലെ ഓരോരുത്തരും അവരുടെ വീട്ടിലൊക്കെ ഇതൊക്കെ ഒന്ന് ഒരുക്കണമെന്നുള്ളത്. ശാന്തസുന്ദരമായ തോട്ടം തനിക്ക് തരുന്ന സന്തോഷവും മനസമാധാനവും ഏറെ വിലപ്പെട്ടതാണെന്ന് ഗഫൂർ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. വില കൊടുത്തു വാങ്ങിയ ചെടികൾ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുക മാത്രമല്ല, നല്ല വില കിട്ടുന്ന ചെടികളുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തി മികച്ച വരുമാനവും കണ്ടെത്തുകയാണ് കട്ടപ്പന സ്വദേശി റിട്ടയർഡ് അധ്യാപികയായ റോസമ്മ ടീച്ചർ. പൂച്ചെടികൾ കൊണ്ട് നിറഞ്ഞ ടീച്ചറുടെ വീട്ടുമുറ്റം ഇപ്പോൾ കാഴ്ചക്കാരെ കൊണ്ടും നിറയുകയാണ്. വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന റോസമ്മ ടീച്ചർ ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് പൂച്ചെടികളുടെ പരിപാലനം സജീവമാക്കിയത്. നാടൻ ചെടികൾ ധാരാളമായി വെച്ചുപിടിപ്പിച്ചിരുന്നതിനൊപ്പമാണ് വിദേശ ഇനങ്ങളിൽ ഉൾപ്പെടെയുള്ള അലങ്കാര ചെടികൾ കൂടി വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ചത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട 300-ലധികം ചെടികൾ ഇന്ന് വീട്ടുമുറ്റത്തുണ്ട്. എന്നാൽ നല്ല ചെടികൾക്ക് വലിയ വില നൽകേണ്ട സാഹചര്യം എത്തിയതോടെയാണ് ചെടി വളർത്തലിനൊപ്പം വിൽപ്പന കൂടി ആരംഭിച്ചത്. വില കൊടുത്ത് വാങ്ങുന്ന ചെടികളുടെ തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തി. ഇല്ലാത്ത ഇനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെറിയ രീതിയിലായിരുന്നു ചെടികളുടെ വിൽപ്പന ആരംഭിച്ചതെങ്കിലും ഇന്ന് ഇതിൽ നിന്നും മികച്ച വരുമാനമാണ് റോസമ്മ ടീച്ചർ നേടുന്നത്. എനിക്ക് പണ്ട് മുതലേ ചെടികളെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് പൂവുള്ള ചെടികളെ, പൂക്കളുള്ള ചെടികളെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. സമയക്കുറവുണ്ടെങ്കിൽ പോലും ഇവിടെ ധാരാളമായി വളരുന്ന എല്ലാവിധ ചൈനീസ് ബോൾസങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഞാൻ മനോഹരമാക്കുമായിരുന്നു. പക്ഷേ അധ്യാപിക റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ലീഫി പ്ലാന്റ്സ്, ഇലച്ചെടികളെ കൂടെ സ്നേഹിക്കാനും അവ കുറേയധികം കളക്ട് ചെയ്യാനും തുടങ്ങി. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ചെടികളെ വിപണനം ചെയ്യാനും എനിക്ക് സാധിച്ചു. അതൊരു ചെറിയ വരുമാന മാർഗം കൂടിയാണ്. ചെടികൾ വാങ്ങുവാൻ ടീച്ചറെ തേടി വിവിധ ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത്. ചെടികൾ വെറുതെ അങ്ങ് വിൽക്കുകയല്ല, ശാസ്ത്രീയമായി ചെടികളുടെ നടിയിലും കൃത്യമായ പരിപാലനവും വാങ്ങാനെത്തുന്നവർക്ക് പറഞ്ഞു നൽകിയാണ് വിൽപ്പന. വീട്ടുമുറ്റം മനോഹരമാക്കി തീർക്കുന്നതിനൊപ്പം ചെടി വളർത്തൽ വീട്ടമ്മമാർക്ക് വലിയൊരു വരുമാന മാർഗം കൂടിയാണെന്നാണ് റോസമ്മ ടീച്ചർ പറയുന്നത്. ന്യൂസ് 18 കട്ടപ്പന. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മൊബൈൽ ഫോൺ മോഷണം പതിവാകുന്നു. രോഗികളോടൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാരുടെ മൊബൈൽ ഫോണുകളാണ് രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 6-ാം നിലയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് സമീപത്തു നിന്നാണ് ആദ്യം മൊബൈൽ ഫോൺ മോഷണം പോയത്. മണിക്കൂറിനുള്ളിൽ 7-ാം നിലയിലും 4-ാം നിലയിലുമായി 4 മൊബൈൽ ഫോണുകൾ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. കൂട്ടിരിപ്പുകാർ ഉറക്കത്തിലാവുന്ന സമയം നോക്കിയാണ് മോഷ്ടാക്കൾ കളവ് നടത്തുന്നത്. നിരീക്ഷണ ക്യാമറകളില്ലാത്തതും ഇത്തരക്കാർക്ക് തുണയാകുന്നു. ഞാനൊരു 11:30 മണിയാകുമ്പോൾ അവിടെ ഐശ്വര്യമിരുന്നു. ഒരു
12:30 മണിയാകുമ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വെച്ചാൽ ഉറങ്ങി. ഒരു 4:30 എണീക്കുമ്പം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഉറങ്ങി. 5 മണിയാകുമ്പോഴേ പിന്നെ ICU വിളിക്കും. ആ കണ്ടീഷനിൽ കുറച്ച് നേരം കിടന്ന് കണ്ണേമേ പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫോണ് കാണാനില്ല. പിന്നെ വെപ്രാളപ്പെട്ട് വാഞ്ഞും വന്ന് ആരോട് പറയാൻ, ഇവിടെ ഒരാളും ഇല്ലല്ലോ. അങ്ങനെ വേറെ ആളോട് ചോദിക്കുമ്പോൾ ഇവിടെയും ഫോൺ പോയിട്ടുണ്ട്, ഈ നിലയിൽ ഫോൺ പോയിട്ടുണ്ട്. വേറെ ഒരാൾ താഴത്തേക്ക് പോകുമ്പോൾ അടുത്ത ആൾ പറഞ്ഞ് എൻ്റെ ഫോണും പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്ന പ്രധാന എൻട്രൻസിൽ മാത്രമാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവയിൽ പലതും പ്രവർത്തിക്കുന്നുമില്ല. രോഗികളുടെ ബന്ധുക്കൾ എന്ന വ്യാജേന അകത്തു കടക്കുന്നവർ തക്കം നോക്കിയിരുന്നാണ് മൊബൈൽ ഫോണുമായി കടന്നുകളയുന്നത്. വില കൂടിയ മൊബൈൽ ഫോണുകൾ മാത്രമാണ് ഇത്തരക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് പരാതി. ഇതിനു മുൻപും പലതവണ ഇത്തരത്തിൽ മോഷണം നടന്നതായി ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും മോഷ്ടാക്കളെ ഇതുവരെ പിടികൂടാൻ പരിയാരം പോലീസിനോ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ സാധിച്ചിട്ടില്ല. എല്ലാ നിലകളിലും ആളുകൾ കടന്നുപോകുന്ന ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ മാത്രമേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഷണങ്ങൾക്ക് അറുതിയാകൂ. ന്യൂസ് 18 തളിപ്പറമ്പ്. 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റെയിൽവേ അടിപ്പാത 3 മാസത്തിനുള്ളിൽ ഗതാഗതത്തിന് തുടർന്നു കൊടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കാസർഗോഡ് ചെറുവത്തൂർ മയിച്ചയിലെ റെയിൽവേ അടിപ്പാതയുടെ ദുരവസ്ഥയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. പൊതുപ്രവർത്തകനും ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സജീവൻ മടിവയൽ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ ഉത്തരവ്. റെയിൽവേയെയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും എതിർകക്ഷികളാക്കിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. കമ്മീഷൻ എതിർകക്ഷികളോട് നേരിട്ട് ഹാജരായി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അടിപ്പാത നിർമ്മാണത്തിന് മാത്രം റെയിൽവേ 1,67,16,740 രൂപയുടെ എസ്റ്റിമേറ്റാണ് സംസ്ഥാന സർക്കാരിന് നൽകിയത്. ഒരു പമ്പ് സെറ്റ് സ്ഥാപിച്ചുകൊണ്ട് ആ വെള്ളം മുഴുവൻ കളഞ്ഞ് അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. 3 മാസത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പിലാക്കി 3 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കമ്മീഷൻ അംഗം ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അവർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് എത്ര കണ്ട് പിന്നെ ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവുകൾ പോലും ഒരു വില പോലും കൽപ്പിക്കാത്തൊരവസ്ഥയാണുള്ളത്. സംസ്ഥാന സർക്കാർ 1,63,00,000 രൂപയും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 4,16,740 രൂപയും റെയിൽവേക്ക് കെട്ടിവെച്ചാണ് മയ്യീച്ച 4,16,740 രൂപയും റെയിൽവേക്ക് കെട്ടിവെച്ചാണ് മയ്യീച്ച റെയിൽവേ അടിപ്പാത നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് വാഹന ഗതാഗതത്തിനോ കാൽനടയാത്രയ്ക്കോ അടിപ്പാത ഉപകാരപ്പെട്ടില്ല. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അടിപ്പാതയിൽ വേനൽക്കാലത്തും മഴക്കാലത്തും കെട്ടിക്കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്തു കളയുന്നതിന് സ്ഥിരമായി പമ്പ് സെറ്റ് സ്ഥാപിച്ച് കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 ചെറുവത്തൂർ. ശരണപാതയിൽ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഇത്തവണ ശബരിമല തീർത്ഥാടകരെ വരവേൽക്കുന്നത്. തീർത്ഥാടകർക്കായി റെയിൽവേ നിർമ്മിച്ച പുതിയ പിൽഗ്രിം സെന്റർ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പമ്പയിലേക്ക് പോകാൻ KSRTC ഇത്തവണയും പ്രത്യേക സൗകര്യം ഒരുക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകർ എത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോട്ടയം. KSRTC സർവീസുകൾ ഇവിടെ നിന്ന് നേരിട്ട് തുടങ്ങുന്നത് ഭക്തർക്ക് ഏറെ ആശ്വാസവുമാണ്. ഇതിനു പിന്നാലെയാണ് തീർത്ഥാടകരെ വരവേൽക്കാൻ 3 നിലകളിലായി പിൽഗ്രിം സെന്റർ റെയിൽവേ നിർമ്മിച്ചത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലാണ് ഈ അയ്യപ്പന്മാർ മുഴുവൻ വിരിവെക്കുന്നത്. വിരിവെക്കുകയല്ല, അവരവിടെ തൽക്കാലം ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിരിവെക്കുക എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല, അതിനുള്ള സൗകര്യമില്ല. പക്ഷെ അവിടെ ഏറ്റവും ചുരുങ്ങി ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വേണ്ട രീതിയിൽ വൃത്തിയോടുകൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ കോട്ടയത്ത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു തീർത്ഥാടക കേന്ദ്രം അത് ഉണ്ടാകുന്നു. ഒരേ സമയം കുറഞ്ഞത് 250 തീർത്ഥാടകർക്ക് ഇവിടെ വിശ്രമിക്കാം. 20ഓളം ശൗചാലയങ്ങളും കെട്ടിടത്തിലുണ്ട്. അതേസമയം റെയിൽവേ സ്റ്റേഷനിൽ ക്യാൻറ്റീൻ ഇല്ലാത്തത് ഭക്തരെ വലയ്ക്കും. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. ഇരട്ടപ്പാത നിർമ്മാണം കേരളത്തിൽ പൂർത്തിയായതും ഭക്തർക്ക് ആശ്വാസമാണ്. ട്രെയിനുകൾ എവിടെയും പിടിച്ചിടാതെ സമയത്തിൽ എത്തിച്ചേരുമെന്നതാണ് ഇത്തവണ ഗുണമാകുക. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മട്ടാഞ്ചേരിയിൽ നിലംപൊത്താറായ പാണ്ഡികശാലയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന നേപ്പാൾ സ്വദേശിയായ വൃദ്ധയെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റി.
ഭീമാദേവിയെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായുള്ള ആദ്യ നടപടിയായാണ് സർക്കാരിന്റെ തേവരയിലുള്ള ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത്. ന്യൂസ് 18 ഭീമാദേവിയുടെ ദുരിത ജീവിതം പുറം ലോകത്തെത്തിച്ചത്. ന്യൂസ് 18 ഇമ്പാക്ട്. ഭീമാദേവിയുടെ ദൈന്യതയാർന്ന ജീവിതം ന്യൂസ് 18 വാർത്തയാക്കിയതു മുതൽ എറണാകുളം MP ഹൈബി ഈഡൻ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഭീമാദേവിയെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനും നേപ്പാളിൽ എത്തിക്കുന്നതിനും നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ ചേതൻ കുമാർ മീണ നേരിട്ടെത്തി ഭീമാദേവിയെ മാറ്റി താമസിപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കിയത്. തേവരയിലെ സർക്കാർ വക വൃദ്ധസദനത്തിലേക്കാണ് താൽക്കാലികമായി ഭീമാദേവിയെ മാറ്റിയത്. ജീർണിച്ച കെട്ടിടത്തിൽ താമസിക്കുന്നത് ഉചിതമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് നാട്ടിൽ പോകും വരെ താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. ഭീമാദേവിയെ സാമൂഹ്യ പ്രവർത്തകൻ മുകേഷ് ജെയിനും ഭാര്യ ഭാവന ജെയിനും വിമാനമാർഗം നേപ്പാളിൽ എത്തിക്കാമെന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. 48 വർഷം മുമ്പ് ഗൂർഖയായ ഭർത്താവിനൊപ്പമാണ് ഭീമാദേവി മട്ടാഞ്ചേരിയിലെത്തിയത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.